പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷിൽ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ ഇൻ ഷോർട്ട് JCNDSD യൂട്യൂബ് ചാനലിൽ ഈ സന്ധ്യാസമയത്ത് കടന്നു വരുവാനും നിങ്ങളോട് അല്പമായി മെസ്സേജ് പങ്കുവെക്കാനും സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കിയനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ 4 ഭാഷകളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കോപ്പറേഷൻ ഞങ്ങളുടെ സുശേഷീകരണത്തിന് അത് താങ്ങും തണലുമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഞങ്ങളുടെ സുവിശേഷ സംരംഭത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഈ ഗ്രൂപ്പിൽ കൂടെ, ഈ ചാനൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും സുവിശേഷിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള സുവിശേഷങ്ങൾ ഡിറ്റോ, അതിന് യാതൊരു കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനേക ലക്ഷങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് വിസിറ്റ് ചെയ്ത് ഇവർ സത്യമാകുന്നു പറയുന്നത് എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് തീർച്ചയായിട്ടും അനേകര് വിളിക്കുകയും ഞങ്ങളോട് പറയുകയും ചെയ്തു, നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലൈവിൽ ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ലൈവിൽ ആയിരിക്കുന്നത് പാസ്റ്റർ ജോയി ജോസഫ് കൊച്ചിയിൽ നിന്നും, പാസ്റ്റർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും, ഐ ആം എബ്രഹാം ഫ്രം മുംബൈ. ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ക്രിസ്മസിനോട് ബന്ധിച്ച് ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ഒരു ക്രിസ്മസ് വിഷിംഗ് ചെയ്യുന്നത് തെറ്റുണ്ടോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനാണ്. JCNDയുടെ കെയർ ഓഫിൽ ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ് ഞാനൊരു ഇംഗ്ലീഷും മലയാളത്തിലും ഷോർട്ട് മെസ്സേജ് ആയിട്ട് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു വിഷ് ചെയ്തു. പക്ഷേ പെന്തക്കോസ്തിലെ അതിഭക്തന്മാരായിരിക്കുന്ന ചിലർ കോൾ ചെയ്ത് അതങ്ങനെ ശരിയല്ല, നല്ലതല്ല എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അതേപ്പറ്റി പാനലായിരിക്കുന്ന എന്നോടൊപ്പം ആയിരിക്കുന്ന സീനിയേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ജോർജ് ജോസഫിൽ നിന്നും പാസ്റ്റർ ജോസ് വർഗീസിൽ നിന്നും അതിന്റെ ഒരു പ്രതികരണം കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം ഞാൻ എന്തിനു പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനും പറയാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ആദ്യമായി പാനലിലുള്ളായിരിക്കുന്ന പാസ്റ്റർ ജോയ് ജോസഫിനോ പാസ്റ്റർ ജോസ് വർഗീസിനോ അതേപ്പറ്റി ഒരു ക്രിസ്മസ് വിഷ് നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും സംസാരിച്ചാലും. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ചോദ്യമാണ് പാസ്റ്റർ അബ്രഹാം കുട്ടി അവറുകൾ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഒന്നാമത്, ഈ ക്രിസ്തുമസ് ആഘോഷം ഞാൻ അതിന് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായിട്ടും അല്പം ചരിത്രം പിന്നെ ബൈബിളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ഈ ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ ആഘോഷം വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ. കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആചാരമാണ്, ഒരു ദുരാചാരമാണ്. ചരിത്രരേഖകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊരു അന്ധവിശ്വാസമാണ് എന്നാണ്.
കാരണം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഇന്ന ദിവസം യേശു ജനിച്ചതായിട്ടോ യേശു എവിടെ ജനിച്ചതായിട്ടോ വ്യക്തമായിട്ടൊരു തെളിവ് നമുക്ക് ചരിത്രത്തിലോ വിശുദ്ധ ബൈബിളിലോ അതിന് കാണുവാൻ കഴിയുന്നില്ല. പിന്നെ ഈ കത്തോലിക്ക സഭ റോമാ സഭയുടെ ഒരു പകർപ്പ് തന്നെയാണ്. ആ റോമൻ കത്തോലിക്ക സഭ ബാബിലോണിന്റെ ഒരു പകർപ്പാണ്. അതിന്റെ ആചാരങ്ങളെല്ലാം നന്നായി പഠിച്ചു വരുമ്പോൾ അതിനെ കൊണ്ട് അതിന്റെ അടിസ്ഥാന വേര് വന്നിരിക്കുന്നത് ബാബിലോണിൽ നിന്ന്. അപ്പൊ ബാബിലോണിലാണ് ഡിസംബർ 25 തമൂസിന്റെ ജന്മദിവസമായിട്ട്, അല്ലെങ്കിൽ സൂര്യ ഭഗവാൻ എന്ന് ആദിമ പുരാതന ബാബിലോൺ വിശ്വസിച്ചിരുന്ന ആ ബാബിലോണിയ ആചാരം നിലനിർത്താൻ വേണ്ടി ഈ ബാബിലോണിലെ ആചാരം റോമിലേക്ക് വന്നപ്പോൾ ചരിത്രം പറയുന്നത് AD 336 മുമ്പ് വരെ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഒന്ന് ആഘോഷിച്ചിട്ടില്ലായിരുന്നു. AD 325 വരെ 336 വരെ ഇത് സൂര്യ ഭഗവാനെ, ആദിത്യ ഭഗവാന്റെ ജന്മദിനമായിട്ട് റോമ ജാതികൾ ആചരിച്ചു കൊണ്ടിരുന്ന ഒരാഘോഷമാണ്. ഇത് മാറ്റിക്കളയുവാൻ അന്നുണ്ടായിരുന്ന ചക്രവർത്തി ശ്രമിച്ചുവെങ്കിലും അത് വിജയിച്ചില്ല. അങ്ങനെ പോപ്പ് അതിനെ ക്രിസ്തുദേവന്റെ ജന്മദിനമായിട്ട് നമുക്കിന്ന് അങ്ങ് ആഘോഷിക്കാം എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ഈ അന്ധവിശ്വാസം, ചരിത്രത്തിൽ ഉള്ള വാക്കാ ഞാൻ പറയും, ഈ അന്ധവിശ്വാസം ക്രിസ്ത്യാനിത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഡിസംബർ 25 എന്നുള്ളത് ഒരു അന്യദേവനെ ആരാധിക്കുന്ന ആരാധന, ജാതീയമായിട്ടുള്ള ഒരു ആരാധന ക്രിസ്ത്യാനികൾ കടമെടുത്ത് നടത്തുന്നതാണ് എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം. കൊലോസ്യർ 2:14 മുതൽ നമ്മൾ വായിച്ചാൽ അതിന്റെ 16 വാക്യം ഒന്ന് വായിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. പിന്നെ അതിന്റെ 18 വാക്യം വായിക്കുന്നു, ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുതെന്ന്. അപ്പൊ നമുക്കൊരു വിരുദുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്. അപ്പോൾ ആ വിരുദ് തെറ്റിക്കുവാൻ ജാതീയമായിട്ടുള്ള ചില ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് റോമൻ കത്തോലിക്ക സഭയിലൂടെ കടന്നു വന്നിട്ടുള്ള പല ആചാരങ്ങളും ഇത് പെന്തക്കോസ്തുകാരുടെ പോക്കറ്റിലുണ്ട്. അതിലൊന്നാണ് ഡിസംബർ 25 ആചാരം. ഒരിക്കലും അപ്പോസ്തലന്മാര് ഇങ്ങനൊരു ആചാരം നടത്തിയിരുന്നില്ല. അവർ ഈ ആചാരത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാതീയമായിട്ടുള്ള ആചാരത്തിന് എതിരായിരുന്നു എന്നാണ് പെരുന്നാൾ സംബന്ധിച്ച് നിങ്ങളെ ആരും ചതിക്കരുത്, വഞ്ചിക്കരുത് എന്ന് അവര് മുന്നറിയിപ്പ് കൊടുത്തത്. അതുപോലെ തന്നെ ഇരമ്യാവ് നമ്മൾ വായിക്കുമ്പോൾ, ഇരമ്യ പ്രവചന 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലയോ അത് ഭ്രമിക്കുന്നത്. ജാതികളുടെ വഴിയിൽപ്പെട്ട ഒരു ആചാരമാണ് ഡിസംബർ 25 ക്രിസ്തുമസ് എന്ന് പറയുന്ന ആചാരം. ജാതികളിൽ നിന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ ഇത് ഒരിക്കലും ആചരിച്ചിട്ടുള്ളതല്ല. അപ്പോസ്തലന്മാരുടെ പ്രമാണത്തിൽ ഉള്ളതുമല്ലത്. ജാതികളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ധാരാളം ആചാരങ്ങൾ, ധാരാളം ജാതികളുടെ പല പദ്ധതികൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ആ സ്റ്റേജിൽ ജാതികളുടെ താളവും കൊട്ടും മേളവും എല്ലാം അവിടെ നടക്കുന്നു. അവരുടെ രീതിയിലുള്ള എല്ലാം ഇന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയോ അത് വിഷ് ചെയ്യുകയോ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ സാധാരണ സുവിശേഷം അറിയിച്ചു പോകുന്നത് പോലെ ഡിസംബർ 25-ാം തീയതി നമുക്ക് സുവിശേഷം അറിയിക്കാം. അതാണ് ഇപ്പോൾ ലഘുവായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ ക്രിസ്മസ് 25-നെ കുറിച്ചുള്ള കാര്യം പാസ്റ്റർ ജോസഫ് പറയുണ്ടായി. അടുത്തതായി പാസ്റ്റർ ജോസ് വർഗീസിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം
കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറയുന്ന ആചാരത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന്റെ ചരിത്രപരമായ വസ്തുതകളെ സംബന്ധിച്ചും അതൊരു ജാതീയ മത സംവിധാനം ഉളവായി വന്നതിനെ സംബന്ധിച്ച് അതിന്റെ ചരിത്രപരമായ വസ്തുതകളെ സംബന്ധിച്ചെല്ലാം കർത്താവിന്റെ ദാസൻ ജോയി ജോസഫ് പാസ്റ്റർ അവറുകൾ സൂചിപ്പിച്ചു. ആ കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മദിനമല്ല. അതുമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം അതിന്റെ പിന്നിൽ യാതൊരു വിധമായ ക്രിസ്ത്യാനിറ്റിയുടെ തിരുവെഴുത്തുകളുടെ പിൻബലമില്ല. എന്നാൽ തന്നെ ലോകത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിസംബർ 25 ക്രിസ്മസ് അല്ല എന്ന് നമുക്ക് ചരിത്ര വസ്തുതകളെ, അതായത് കലണ്ടർ നോക്കിയിട്ട് ഈ ഡിസംബർ 25 ക്രിസ്മസ് ഡേ അല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പുറത്തുള്ള ലോകം മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ അവർ ഈ ദിവസം ആചരിക്കുക വഴി സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. അത് യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി ഭൂമിയിൽ ഭൂജാതനായി എന്നുള്ളത് തന്നെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഒരു ചരിത്രപരമായ ഒരു സത്യമാണ്. ലോകം അംഗീകരിക്കുന്ന യേശുക്രിസ്തു ദൈവമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവമോ അല്ലെങ്കിൽ ചരിത്ര പുരുഷനോ ആരുമായിക്കോട്ടെ, യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ജാതികളും ക്രിസ്തുവിനെ അറിയാത്തവരും അംഗീകരിക്കുന്ന ഒരു ദിവസത്തിന്റെ ഓർമ്മയാണല്ലോ ഈ ഡിസംബർ 25 എന്ന് പറയുന്നത്. ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ രാജ്യങ്ങളിലും, അതായത് നാമമാത്ര ക്രിസ്ത്യാനിറ്റി ഉള്ള ക്രിസ്തീയ രാജ്യങ്ങളിലും അപൂർവം ചില കമ്മ്യൂണിസ്റ്റ്, അതായത് തീവ്ര കമ്മ്യൂണിസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും തീവ്ര ഇസ്ലാമികമല്ലാത്ത എന്നാൽ മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് എന്താ പറയുക, നമ്മളെ കുറച്ച് ലിബറൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ഉള്ള രാജ്യങ്ങളുണ്ടല്ലോ, അതായത് ഇസ്ലാമിക് രാജ്യങ്ങളിൽ തന്നെ മോഡേൺ ചിന്താഗതിയുള്ള ദുബായ് പോലുള്ള പട്ടണങ്ങൾ, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകൾ കുടിയേറി ജോലി ചെയ്ത് താമസിക്കും. അവിടെ എല്ലാം യേശുക്രിസ്തു ജനിച്ചത് ഇന്നാണ് എന്നുള്ളത് അറിഞ്ഞിട്ടല്ലെങ്കിലും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ ജനനമാണ് എന്നുള്ള രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ പുറത്ത് ചുറ്റുമുള്ള ലോകത്ത് ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യാനികളും അതുപോലുള്ള ഇതര ആളുകളും ഡിസംബർ 25 എന്ന് പറയുന്നത് അവരുടെ മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ മറ്റൊരു സഹോദര മതമായ ഒരു മതത്തിന്റെ ദേവനായ ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ കാര്യം, നാം ക്രിസ്ത്യാനികൾ എന്നുള്ളത് നാം ഈ ദിവസം ക്രിസ്തുവിന്റെ ജന്മമായിട്ട് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അത് ചരിത്രപരമായും ബൈബിളിന്റെ എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിലും അത് ഡിസംബർ 25 അല്ല എന്നുള്ളത് നമ്മൾ നിഷേധിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിനെ നിഷേധിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത് ലോകം ആ വഴിക്ക് നടക്കുമ്പോൾ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പലപ്പോഴും കടയിൽ നിന്ന് സമയം കിട്ടുമ്പോൾ ചായ കുടിക്കാൻ പോകുന്ന ഒരു കടക്കാരനുണ്ട്, രഘു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാനും പ്രകാശം നിരന്തരമായി സുവിശേഷം പറയുന്ന ആളാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കടയിൽ ചെന്നപ്പോ അദ്ദേഹം ചോദിച്ചു, ക്രിസ്മസ് ഒക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ചോദ്യമാണ് നമുക്ക് ഒന്നുകൂടി പറയാൻ. ഇപ്പൊ ഞങ്ങളെ യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കൂടി സംസാരിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം കടയിൽ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ അദ്ദേഹം വരുന്ന പള്ളിയിൽ അവിടെ ഒരു മാതാവിന്റെ പള്ളിയിൽ അവിടെ ഒന്ന് അമ്മയെ ഒന്ന് വിളിക്കുക. അമ്മയെ വിളിച്ച അമ്മ വിളി കേൾക്കും. അപ്പം അന്ന് ഉച്ച കഴിഞ്ഞവരെ എടുത്തിട്ട് വിൽക്കാത്ത ഉണ്ടം പൊരിയും എല്ലാം വാങ്ങാൻ ആരെങ്കിലും അന്നേരം ഒരു വണ്ടി നിർത്തി വന്ന് 28-30 പേര് വന്ന് സാധനം മേടിച്ചിട്ട് പോയി എന്ന് പറയും. ഞാൻ അമ്മയെ വിളിച്ച വിളി കേൾക്കും. അപ്പൊ ഈ അമ്മയെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കും. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ബൈബിളില് നിങ്ങൾ പറയുന്ന രീതിയിൽ ആരാധനാ മൂർത്തിയായിട്ടൊന്നും ഇല്ല, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ അന്നും ഈ ചോദ്യം ഉണ്ടായ ദിവസവും ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്മസ് വിഷ് ചെയ്യുന്ന ആളല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്തു ഒരിക്കലായിട്ട് ജനിക്കുകയും ഒരിക്കലായിട്ട് മരിക്കുകയും ചെയ്തു. ആണ്ടോടാണ്ട് ക്രിസ്തു ഞങ്ങൾക്ക് ജനിക്കുന്നില്ല, ഞങ്ങളുടെ ക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സുവിശേഷം അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി പറയാൻ അവസരം കിട്ടി. അത് എനിക്ക് അവസരം കിട്ടി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ക്രിസ്തു ആരാന്ന് പറയാനുള്ള ഒരു അവസരമാണ് എന്നെ സംബന്ധിച്ച് ഡിസംബർ 25. ഞാൻ ക്രിസ്മസ് ഡിസംബർ 25 വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എനിക്കൊരു റീസൺ ഉണ്ട്.
ഞാൻ അതിൻ്റെ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങൾ ക്രിസ്മസ് ആയിട്ട് വയ്ക്കും. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റായി ധരിച്ച് സേവിക്കുന്ന ഒരു ദേവൻ, അവരുടെ ആ ദേവന് ബലിപീഠം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ദേവന്റെ പേര് അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് ആ ഒരു ദേവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ്. ആ ദേവൻ ആരെന്നറിയാതെ ആ ദേവന്റെ പേര് എഴുതി വെച്ചേക്കാണ് അജ്ഞാത ദേവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലുള്ള വായിച്ച എങ്ങനെയാണ്, ഐ ഫൗണ്ട് ആൻ ആൾട്ടർ വിത്ത് ദിസ് ഇൻസ്ക്രിപ്ഷൻ ടു ദ അൺനോൺ ഗോഡ് എന്നാണ്, ഹൂം ദെയർഫോർ എ ഇഗ്നറന്റ്ലി വർഷിപ്പ് ഹിം ഡിക്ലെയർ ഐ അൺടു യു. അപ്പം നിങ്ങൾ അറിയാതെ പറയുന്ന ഈ ദേവനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് പൗലോസിനെ സംബന്ധിച്ചുള്ള ഇറ്റ് വാസ് എ റീസൺ ഫോർ ഹിം ടു സ്പീക്ക് ദ റിയൽ ട്രൂത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ യഥാർത്ഥ സത്യത്തെ കുറിച്ച് പറയാനുള്ള ഒരു കാരണമായിരുന്നു ആ സംഭവം. ഇപ്പൊ നമ്മുടെ ചുറ്റും ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു മുസ്ലിമാണ്, അപ്പുറത്ത് ഒരു കത്തോലിക്കരാണ്. എന്തുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ, മുസ്ലിമിന്റെ വീട്ടിലില്ല, അപ്പുറത്തുള്ള ഹിന്ദുക്കളുടെ വീട്ടിലെല്ലാം നക്ഷത്രം തൂക്കിയിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അവർക്കറിയാം. എന്തുകൊണ്ട് തൂക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോടൊരാൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്ന് ഞാൻ പറയുന്നതിന്റെ പിന്നിൽ എനിക്കൊരു അർത്ഥമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അത് ക്രിസ്തുവിന്റെ ജനനമാണെങ്കിൽ അത് ഇന്നല്ല. ക്രിസ്തു ഒരിക്കലേ ജനിച്ചിട്ടുള്ളൂ. ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് ക്രിസ്തു ജനിച്ചത് തന്നെ മരിക്കാനായിട്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഈ പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമെങ്കിൽ നിശ്ചയമായും ഇങ്ങനൊരു അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു 4 വർഷങ്ങൾക്കപ്പുറം ഞാനൊരു പെന്തക്കോസ്റ്റൽ സഭയിൽ പോകുമ്പോൾ അതിതീവ്ര ഭക്തന്മാരായ ചില ആളുകളെ കണ്ടു. അപ്പൊ അന്ന് എനിക്ക് തോന്നി, ഒരു ക്രിസ്മസ് ദിവസം ഒരു കേക്ക് വെച്ച് നീട്ടി അതുപോലും വാങ്ങാൻ പാടില്ല, പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വന്ന് അത് സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു പാസ്റ്ററായിരുന്നു അത്. അപ്പൊ എനിക്കത് വളരെ ശരിയായിട്ട് തോന്നി. പക്ഷെ കുറെ വർഷങ്ങൾ പിന്നീടുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ക്രിസ്മസ് വിഷ് ചെയ്യുന്ന ആളല്ല, ഞാനൊരാൾക്ക് ഒരു വാട്സാപ്പ് സന്ദേശം അയക്കുന്ന ആളല്ല. എങ്കിലും ഇതൊരു ഓപ്പർച്യൂണിറ്റി, എന്നെ സംബന്ധിച്ച് ഒരു അവസരമാണ്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു, നിങ്ങൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് എന്നെ സംബന്ധിച്ച് ഇന്നതാണെന്ന് പറയാൻ എനിക്കൊരു അവസരമായതുകൊണ്ട് എനിക്ക് ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വസ്തുതയെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ആ നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയെ ഈ അജ്ഞാത ദേവൻ അവരെ സംബന്ധിച്ച് നിഷേധിക്കാൻ കഴിയാത്ത ഒരു ആരാധനാമൂർത്തിയാണ്. പക്ഷെ ആ ആരാധനാമൂർത്തി ആരാണ്, എന്താണെന്ന് പറയാൻ പൗലോസിന്റെ അവസരം പോലെ എന്നെ സംബന്ധിച്ച ഒരു അവസരം. ഇനി ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ പെന്തക്കോസ്തുകാരെല്ലാം ഇതിനെ നിഷേധിക്കുമ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ, പാലക്കാട് മുതൽ കോയമ്പത്തൂരും മധുരയോ കന്യാകുമാരിയും ബോർഡർ കഴിഞ്ഞാൽ തമിഴ്നാട്ടിന്റെ മറ്റു ഭാഗത്തിലും കർണാടകയിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ പെന്തക്കോസ്തുകാരനും ക്രിസ്മസ് ആഘോഷിക്കും. കാരണം അവൻ മിക്സ് ചെയ്ത് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കുന്നത് ഒരു മൾട്ടി കാസ്റ്റ് സിസ്റ്റംസിനകത്താണ്. അവർക്കെല്ലാവർക്കും ആരാധനയും അവർക്കെല്ലാവർക്കും പിന്നെ ഉത്സവങ്ങളും എല്ലാം ഉണ്ടപ്പോ അതൊന്നും ഇല്ലാത്തൊരു സംവിധാനത്തിലേക്ക് ചാടി വിശ്വാസികൾ വരത്തില്ലാത്തത് കൊണ്ട് അവര് നക്ഷത്രങ്ങളെ തൂക്കുകയും ക്രിസ്മസിന് കാരൽ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പെന്തക്കോസ്തുകാരാണ് ഈ ഇന്ത്യയിൽ, ഇവിടെ കേരളത്തിൽ വലിയ ഈ പൊങ്ങച്ചം പറയുന്ന IPC-കാരനും ഷാരോൺകാരനും AG-കാരനും സംസ്ഥാനം വിട്ടാൽ അങ്ങനെയാണ്. അപ്പം ഇവർക്കെല്ലാം ഡ്യുവൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ വളരെ ക്ലാരിറ്റിയോട് പറയാം, ഞാൻ ക്രിസ്മസ് ഡിസംബർ 25 പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല. ക്രിസ്മസ് യേശുക്രിസ്തുവിന്റെ ഇന്ന് ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ക്രിസ്തു ജനിച്ചു എന്നുള്ളതിന്റെ ശരിയായ അർത്ഥത്തിലല്ല, അത് മറിച്ച് ജാതീയ ദേവന്റെ ജനനത്തുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണെന്നൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. നമ്മളെ സംബന്ധിച്ച് എവ്രി റീസൺ ഈസ് എ സീസണാണ്. നമുക്ക് സുവിശേഷം പറയാനുള്ള ലോകം തരുന്ന ഏത് കാരണവും അതിന്റെ ശരിയായ ചിന്തയിലേക്ക് ആളുകളെ തിരിച്ചുവിട്ടുകൊണ്ട്, ഇതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നല്ല. ക്രിസ്തു നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾക്ക് കൃഷ്ണൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ
ഇന്നതുള്ള ഒരു ദേവന്മാരിൽ ഒരുവനല്ല. ക്രിസ്തു സകല മനുഷ്യരുടെയും രക്ഷയുടെ സദ്വാർത്ത എന്നാണ് ബൈബിൾ പറഞ്ഞത്. മാത്രമല്ല, ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സദ്വാർത്ത ആദ്യമേ അത് പ്രഘോഷിക്കപ്പെട്ടത് പോലും സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരാണ്, ആട്ടിടയന്മാർക്ക്. അതുകൊണ്ട് നമുക്കിത് അതിന്റെ എക്സാക്ട് ഡേറ്റ് ഏപ്രിൽ 4-ാം തീയതിയാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിരുന്നിട്ട് ആരോടെങ്കിലും ചെന്ന് സകല ജനത്തേക്കും അറിയിക്കാനുള്ള സദ്വാർത്ത ഇന്ന് ദാവീദിന്റെ പഠനത്തിൽ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ റീസൺ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. ഞാൻ ക്രിസ്മസ് വിഷ് ചെയ്യുന്ന ആളല്ല, ക്രിസ്മസ് വിഷ് പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. പക്ഷെ എന്നോടൊരാൾ വിഷ് ചെയ്താൽ ഞാൻ അതിന്റെ കാരണത്തിലേക്ക് കടക്കും. ഞാൻ പൗലോസ് ചെയ്ത പോലെ അതിന്റെ കാരണം ഞാൻ പറയും. അത് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ക്രിസ്മസ് ആ ലോകം ആ ക്രിസ്മസ് കലണ്ടറിൽ അടയാളപ്പെടുത്തിക്കുന്ന ആ ദിവസം വന്നു ചേരുമ്പോൾ, നമ്മുടെ ചുറ്റും പടക്കം പൊട്ടലും നക്ഷത്ര വിളക്കുകളും എല്ലാം നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ, ആ ഒരു കാര്യം ലോകത്തിലെ മീഡിയകളെല്ലാം സംഭവിക്കുമ്പോൾ, അതൊരു സംഭവമായി എല്ലാ മനുഷ്യന്റെയും മുമ്പിൽ ഉള്ളപ്പോൾ അതിനെ പാടെ നിഷേധിക്കുകയല്ല, അതിൽ അവർ കാണാതെ പോയ ആ സത്യത്തെ തുറന്നു പറയാൻ ഒരു വിഷ് കേട്ട് തിരിച്ചൊരു വിഷ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യത്തിൽ എനിക്ക് അഡമന്റായിട്ടുള്ള ഒരു മനസ്ഥിതിയൊന്നുമില്ല. തുറന്ന മനസ്സോടുകൂടി തന്നെ ആ അവസരങ്ങൾ പോലും സുവിശേഷം അറിയിക്കാൻ ലഭ്യമാകുമെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്റർ ജോയ് ജോസഫും പാസ്റ്റർ ജോസ് വർഗീസും ക്രിസ്മസിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ ഡിഫറൻറ്റ് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും എൻ്റെ അഭിപ്രായം പറയാനുള്ള ഇതാണ്. ഡിസംബർ 25-ാം തീയതി യേശു ക്രിസ്തു ജനിച്ചുവെന്നോ ക്രിസ്മസ് ആഘോഷിക്കണമെന്നോ ഒരിക്കലും ഞാൻ പറയുന്ന വ്യക്തിയല്ല. ഞാൻ ഇതുവരെയും ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. ഒരു വിഷിംഗ് മെസ്സേജ് ആർക്കും ഇതുവരെ അയച്ചു കൊടുത്തിട്ടുമില്ല. അതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ജോസ് വാഷ് കോട്ട് ചെയ്ത ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ലൂക്ക് ചാപ്റ്റർ 2:14. Glory to God in the highest, and on earth peace, goodwill towards men. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, മനുഷ്യപ്രസാദമുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്ന് പറഞ്ഞ സന്ദേശം ആദ്യം സ്വർഗത്തിലെ ദൂതന്മാരായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് മാറ്റുവാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതൊരു ക്രിസ്മസ് മെസ്സേജ് ആയിരുന്നു. അതായത് 25 എന്നുള്ള ഡിസംബർ 25 എക്സാക്ട്ലി പാസ്റ്റർ ജോയ് ജോസഫും ചരിത്രരേഖകളും ജോസ് വർഗീസ് പറഞ്ഞ പോലെ ഒരിക്കലും 25-ാം തീയതി അല്ല. യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അത് മാർച്ച്, ഏപ്രിൽ, ചിലർ ജൂൺ എന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുന്ന 25-ാം തീയതി ലോകത്തിലുള്ളവർ അത് ആഘോഷിക്കുമ്പോൾ അല്ല. ക്രിസ്മസ് ജൂൺ 25-ാം തീയതിയാണ്, അല്ലെങ്കിൽ മാർച്ച് 25-ാം തീയതി, ജനുവരി 25-ാം തീയതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ദിസ് ഈസ് ആൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, കളർ, നേഷൻ. ഫിലിപ്പീൻസിലാണെങ്കിൽ സെപ്റ്റംബർ മുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, സെലിബ്രേഷൻ ആണ് ക്രിസ്മസ്. അത് ജനുവരി 4 സൺഡേ വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്യും. ഏറ്റവും UK, യൂറോപ്യൻ കൺട്രീസിൽ 10-12 ദിവസം വരെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, സെലിബ്രേഷൻ ആണ് ക്രിസ്മസ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു ജനിച്ചു എന്നുള്ള ആ സന്ദേശവും ആ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയും നമുക്ക് അറിയിക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ലോകം എമ്പാടും കൊണ്ടാടുന്ന ക്രിസ്മസ് എന്ന 25-ാം തീയതി ആ സെലിബ്രേഷനായിട്ട് ബന്ധത്തിൽ നമുക്ക് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഭൂമിയിൽ ജനിച്ചു വന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു. എക്സാക്ട്ലി ഞാൻ പറയാറുണ്ട് 25-ാം തീയതി അതല്ല യേശു ക്രിസ്തു ജനനം. പക്ഷേ ഒരിക്കലായി അവൻ ജനിച്ചു, പാപത്തെ നീക്കുവാൻ വേണ്ടി ഒരു മാനവരാശിയായി, ഒരു മാനവനെ പോലെ ലോകത്തിൽ വന്ന് രക്തം ചിന്തിയ ആ രക്ഷകന്റെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചും ആ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശവും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. JCN's കെയർ ഓഫിൽ ഒരു മെസ്സേജ് ലോകത്തോട് മുഴുവൻ ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഞാൻ വിട്ടിരുന്നു. ആ മെസ്സേജ് ലാസ്റ്റ് പറഞ്ഞതാണ് ഞാൻ
വിഷിംഗ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇനി എനിക്ക് ചോദിക്കാനുള്ള, ഇത് കേൾക്കുന്നവരോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പാസ്റ്റർ ജോസ് വർഗീസിനോടും ജോയ് ജോസഫിനോടും ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. അന്ന് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കേണ്ട, പറയണ്ട എന്ന് പറയുമ്പോൾ നിർബന്ധം പിടിക്കുന്ന തലമൂത്ത ബന്ധുക്കോസുകാർ, ഭക്തി മൂത്ത ബന്ധുക്കോസുകാർ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഡിസംബർ 25-ാം തീയതി റേഷൻ കടയിൽ നിന്ന് നിങ്ങൾക്ക് 1 കിലോ പഞ്ചസാര ക്രിസ്മസിന്റെ പേരിൽ തന്നാൽ നിങ്ങൾ മേടിക്കുവോ? ഷോപ്പിൽ പോകുന്ന ഒരുവൻ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന ക്രിസ്മസിന്റെ ആനുകൂല്യത്തിൽ തരുന്ന ഒരു കാര്യങ്ങൾ മേടിക്കാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ 25 ഈ ക്രിസ്മസിന്റെ പേരിൽ പറഞ്ഞ് അത് നിങ്ങൾ നിരാകരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ സെലിബ്രേഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രൊമോഷൻ അവർ ചെയ്തപ്പോൾ അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിക്ക്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഡിസംബർ 25. അങ്ങനെ ഞാൻ എന്റെ മെസ്സേജിൽ ലാസ്റ്റ് മാത്രം പറയുകയുണ്ടായി, വിഷിംഗ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഇനിയും കലണ്ടർ ലോകത്തിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് യഹൂദന്മാരുടെ കലണ്ടറാണ്. 2023 എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണെങ്കിൽ അതും ടോട്ടലി റോങ് ആണ് ബിബ്ലിക്കലി. എന്തുകൊണ്ടെന്നാൽ യഹൂദന്മാരുടെ കലണ്ടറാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുന്ന സമയം മുതൽ അവർ ഇന്ന് വരെയും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് പെസഹ. തീർച്ചയായിട്ടും അവരുടെ വർഷം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമ്മുടെ 2023 പറയുമ്പോൾ യഹൂദന്മാരുടെ വർഷം ഏതാണെന്ന് അറിയണം. കേൾക്കുക. അതായത് what year is 2023 in the Jewish calendar? As of Rosh Hashanah on September 15, 2023, we are currently in the year 5784. 5784 ആകുന്നു അവരുടെ വർഷം. നമുക്ക് 2023 ടോട്ടലി റോങ് ആണ്. ദിസ് ഈസ് എ ഗ്രിഗോറിയൻ കലണ്ടർ, ഇംഗ്ലീഷ് നമ്മൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ആക്ച്വൽ ബിബ്ലിക്കലായിട്ടുള്ള കലണ്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും യഹൂദന്റെ കലണ്ടർ ആയിരിക്കും കറക്റ്റ്. എന്തുകൊണ്ടെന്നാൽ മിസ്രൈമിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ഇന്ന മാസം ഇത്രാം തീയതി നിങ്ങൾ കുഞ്ഞാടിനെ അറക്കണം, എന്നിട്ട് അവിടെ നിന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞാൽ അവർ ഇന്നും അത് ആഘോഷിക്കുമ്പോൾ എക്സാക്ട് അക്യുറസി ഇല്ലെങ്കിലും ആ കലണ്ടറാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2024 വിഷ് ചെയ്യുകയാണെങ്കിൽ ബിബ്ലിക്കലി ദാറ്റ് ഈസ് ഓൾസോ റോങ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബർ 25-ാം തീയതി യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനനവും യേശുക്രിസ്തു മരണവും ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ ഒരിക്കലായി യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ളതിന്റെ സാക്ഷ്യപ്പെടുത്തിയ മെസ്സേജ് സ്വർഗീയ ദൂതന്മാരാണ് ഭൂമിയിൽ അയച്ചത്. അവരാണ് വിഷ് ചെയ്ത് സ്വർഗീയമായിട്ടുള്ള സന്ദേശം ഈ ലോകത്തോട് അറിയിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്മസിന് മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്താൽ ബിബ്ലിക്കലി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റോങ് തിങ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ലോകത്തിലെ ക്രിസ്മസ് ആഘോഷം കള്ളു കുടിക്കാത്തവനും അന്നാണ് കള്ളുകുടി ഒരു ബോട്ടിൽ പൊട്ടിക്കുന്ന ദിവസം. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, നമുക്കൊന്ന് കൂടണ്ടേ എന്ന് പറയുന്ന അർത്ഥം തന്നെ മദ്യപാനമാണ് അതിന്റെ മെയിൻ വരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന സുവിശേഷം, നമ്മൾ ക്രിസ്മസിന്റെ ദിവസം സുവിശേഷിക്കുന്നത് രക്ഷകനായ ഒരുവൻ ഏതെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിൽ ജനിച്ചു. അതുകൊണ്ട് അതാണ് ക്രിസ്മസ്. അല്ലാതെ ഇവിടെ ലോകത്തിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളല്ല. പിന്നെയോ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണം എന്നുള്ള മെസ്സേജാണ് ഞാൻ അറിയിച്ചതും ഞാൻ പറഞ്ഞതും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒറ്റ പെന്തക്കോസ് വലിയ ആധിപത്യം പൂത്ത പെന്തക്കോസാൻ ഒഴിച്ച് ഒരു കുഞ്ഞു പോലും എന്റെ മെസ്സേജിനെ റിയാക്ട് ചെയ്യുകയോ കണ്ടം ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ദൈവം അനുവദിച്ച് ആയുസ്സും ആരോഗ്യവും ബലവും എനിക്ക് തരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഞാൻ ഒരു ഹാപ്പി ക്രിസ്മസും ഒരു ഹാപ്പി ന്യൂ ഇയറും മെസ്സേജ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് മൈ പേഴ്സണൽ കപ്പാസിറ്റി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്.
അല്ല, ഈ കാര്യത്തിൽ ഇപ്പോ നമ്മള് സുവിശേഷവും പ്രസംഗിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മളാരും തന്നെ ഈ ഡിസംബർ മാസം 25 ക്രിസ്മസ് ആണ്, അതാണ് യേശുക്രിസ്തുവിന്റെ ജനനമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ആ ഒരു ഫോർമാറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാറോ അതിനെ അപ്ഹോൾഡ് ചെയ്യാറോ നമ്മൾ ആരും ചെയ്യാറില്ല. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അതാണ് നമ്മൾ സേവിക്കുന്ന കർത്താവിന്റെ ജന്മദിനം. ലോകം അതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്ററെ ഓർക്കുന്നുണ്ടെന്നതിനെ കൂടെ ഈ സബത്തുകാരെ സംബന്ധിച്ച് സബത്തുകാർക്കെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ ലൂണാർ കലണ്ടർ എടുത്തുകൊണ്ടെന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, 5000 എബവ് ഒരു നമ്പറാണ്, ആ ഒരു കലണ്ടറാണ്. 2022 ഞാൻ ആ വീഡിയോ ചെയ്തത്. പറഞ്ഞിരുന്നു യഹൂദന്റെ കലണ്ടറിൽ ഇന്നും കലണ്ടർ വിഭാഗിക്കപ്പെട്ടിട്ടില്ല. ആ കലണ്ടർ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ADPC എന്നുള്ള കലണ്ടർ അവിടെ വിഭാഗിക്കപ്പെട്ടിട്ടില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സബത്ത് ദിവസമോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഗ്രിഗോറിയൻ കലണ്ടറിലുള്ള പല കാര്യങ്ങളോ ജൂയിഷ് കലണ്ടറുമായിട്ട് വരുമ്പം മിസ്മാച്ചിങ് ആണ്. യഹൂദന്റെ ആണ്ടുപിറവിയും അതല്ല, ആക്ച്വലി ശരിയായിട്ടുള്ളതല്ല. പക്ഷെ അപ്പോൾ തന്നെ ഈ ഓരോ ആണ്ടുപിറവിയും അതിന്റെ തൊട്ട് ഒരാഴ്ചക്ക് മുമ്പിൽ വരുന്ന ക്രിസ്മസും റോമൻ കലണ്ടർ അല്ലെങ്കിൽ ഈ ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിതമായത് മുതൽ തുടർന്ന് പോരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ കലണ്ടർ പോലും, ആ കലണ്ടർ ഈവൻ ജ്യൂസിന്റെ ഇടയിലും ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഉപയോഗിക്കുന്ന കലണ്ടർ അതാ. അപ്പൊ അവരൊരു കരാർ ഉണ്ടാക്കുമ്പോ, ഇപ്പൊ അമേരിക്കയായിട്ട് ഒരു $1 മില്യൺ കരാർ ഉണ്ടാക്കുമ്പോ അവരുപയോഗിക്കുന്ന കലണ്ടർ എന്ന് പറയുന്ന ആ ഡേറ്റ് ഫ്രം ദിസ് ഡേ ഓഫ് ഓഗസ്റ്റ് 1, 19 അല്ലെങ്കിൽ 2223 എന്ന് പറഞ്ഞിട്ടാണ് അവർ അവരുടെ എഗ്രിമെന്റ് വെക്കുന്നത്. That's why I told you. 2023 is a universally accepted calendar. ഈവൻ ജ്യൂസിന്റെ പോലും ജനറൽ അഫയേഴ്സിൽ ആ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ 2023 ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഓൾ ഓവർ ദ വേൾഡ് അക്സെപ്റ്റഡ് ആണ്. പക്ഷെ അത് കറക്റ്റ് അതിന്റെ അക്യുറസി ഇല്ലാത്ത പോലെ തന്നെയാണ് ഈ ക്രിസ്മസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതെ, അതാണ് നമ്മൾ ആ ഒരു കാര്യം മാത്രം ഉൾക്കൊള്ളുക. നമ്മളൊരു ഞാൻ ക്രിസ്മസിന് വിഷ് ചെയ്യുന്ന ആളല്ല. ഈവൻ ഈ ക്രിസ്മസിന് പോലും ഞാൻ ആർക്കും ഒരു വിഷിങ് ഓറലായിട്ടോ ഒരു സന്ദേശമായിട്ടോ ഒരു PNG ആയിട്ടോ ഞാൻ ആർക്കും അയച്ചിട്ടില്ല. ഞാൻ അയക്കുന്ന ആളുമല്ല. പക്ഷെ എന്നോട് ചോദിച്ചാൽ, എനിക്കൊരു വിഷിങ് നടത്തിയാൽ ഞാൻ പറയും. അതെന്റെ ഒരു റീസണാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൊരു അവസരമാണ്. അങ്ങോട്ട് കയറി നമ്മളൊരാളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നത് ഞാൻ ആ സീസണുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതൊരു അയിത്തമായിട്ട് കണ്ട് മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പാപമാണ് എന്നൊക്കെ വിചാരിക്കുന്ന വലിയ പുണ്യവാന്മാരുടെ ഇടയിൽ ഞാൻ അല്പം പുണ്യം കുറഞ്ഞ ആളുമാണ്. കാരണം ഇത് പാപമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സുഭാഷ് പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ഇത്ര നാളായിട്ടും ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയച്ചിട്ടില്ല, ഒരു സ്റ്റാർ നോക്കിയിട്ടില്ല, അന്നത്തെ ദിവസം ഫുഡ് പോലും ഇല്ല. ഇപ്പം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, വെറും മുള ഉടച്ച് ഞാൻ കഴിച്ചാണ് ഇപ്പം ക്രിസ്മസ് ദിവസം. ഓക്കെ, നമ്മുടെ വിഷയം ഇത്ര മാത്രമായിരുന്നു. നമ്മുടെ വിഷയം ക്രിസ്ത്യാനിക്ക് ക്രിസ്മസ് വിഷ് ചെയ്യുന്നത് തെറ്റുണ്ടോ എന്നുള്ളതായിരുന്നു വിഷയം. അപ്പം ക്രിസ്മസ് ദിവസത്തിൽ എനിക്കൊരു മെസ്സേജ് മെറി ക്രിസ്മസ് പറയുമ്പോൾ ഞാൻ എനിക്ക് മെസ്സേജ് വരികയാണെങ്കിൽ സെയിം ടു യു എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ അടിച്ചുവിടും. സെയിം ടു യു. അതാണ് നമ്മളുടെ വിഷയത്തിന്റെ ടോപ്പിക്, അതായിരുന്നു. മറിച്ച് ഡിസംബർ 25 ക്രിസ്മസ് ആയതുകൊണ്ട് ആ ദിവസം ക്രിസ്മസ് എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിച്ചൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. ആ അർത്ഥത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും തമ്മിൽ ആ കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ ഒരിക്കലും ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല, ആരോടും പറയുന്നില്ല. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് ഒരിക്കലും നമ്മുടെ മെസ്സേജ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താം? അതാണല്ലോ നമ്മൾ വീഡിയോ നമ്മൾ ഇടുമ്പോ പറയണ്ടേ. ജോയ് പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. എന്റെ കൺക്ലൂഷൻ ഇതാണ്: ഒരിക്കൽ ക്രിസ്തു പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി രക്തം ചിന്തുവാൻ വേണ്ടി ലോകത്തിൽ ജനിച്ചു. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. അത് 25-ാം തീയതി അല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ ആ ജനനത്തിങ്കൽ ആദ്യത്തെ മെസ്സേജ് സ്വർഗീയ മെസ്സേജ് ആയിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം എന്നുള്ള മെസ്സേജ് സ്വർഗീയ മെസ്സേജ് ആണ്. ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ it is a universally accepted, like 2023 how it is accepted,
like that, ഓക്കെ. 25th of December is accepted. So we can say എന്റെ that. അഭിപ്രായത്തിലും ഞാനും എല്ലാ ക്രിസ്മസിനും ഒരു മെസ്സേജ് ആ ദിവസം കൊടുക്കാറുണ്ട്. അത് നമ്മുടെ പുറത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളല്ല യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം. പക്ഷെ അതൊരു യൂണിവേഴ്സലി ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ക്രിസ്തുവിനെ സേവിക്കുന്നവരുള്ളിടത്തെല്ലാം ലീവ് എടുത്ത് അല്ലെങ്കിൽ അവധിയുള്ള ഒരു ദിവസമാകുമ്പോൾ നമ്മൾ ആ ദിവസം വാസ്തവത്തിൽ കർത്താവ് ജനിച്ച എന്നാണ് ആ ദിവസം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവിന്റെ ജനനത്തിന്റെ പർപ്പസ് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഒരിക്കലും ഞാൻ കഴിഞ്ഞ ഒരു കുറെ വർഷങ്ങൾ ഒരിക്കലും മുടങ്ങാതെ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് ആ ദിവസം ഒരു മെസ്സേജ് തയ്യാറാക്കുക എന്നുള്ളത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ചെയ്തില്ല, പക്ഷെ ഇവിടെ വീട്ടിലൊരു മെസ്സേജ് ചെയ്തു. ജോയ് പാസ്റ്ററെ കൊണ്ട് തന്നെ ഒരു സന്ദേശം ഞാൻ കൊടുപ്പിച്ചു. പല ദിവസങ്ങളിലും ഞാൻ മാത്രമാണ് മെസ്സേജ് കൊടുക്കാറുള്ളത്. എന്നെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള കറക്റ്റായ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ദിവസം അതാ. കാരണം നമ്മുടെ മുമ്പിൽ എക്സാക്ട് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോകത്തെ ഒരു കലണ്ടറും ഇല്ല. ലോകത്തെ ഒരു ദിവസവും എന്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏപ്രിൽ മാസം എന്തോ ഒരു ദിവസങ്ങളിലായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ അത് ലോകത്ത് ആരും ആ ദിവസം അറിയുന്ന പോലും ഇല്ല. അപ്പൊ നമ്മൾ അറിയുന്ന ഒരു ദിവസം ഇതാ. അപ്പൊ അതിന്റെ കറുപ്പും വെള്ളയും എന്താണ് എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അവസരമായി മാത്രം ഞാൻ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ജോയ് പാസ്റ്ററുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് മറ്റേ നമ്മളെ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പൊ ആരെങ്കിലും ഞാനിവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. ഇവിടെ സ്വാഭാവികമായിട്ട് എനിക്ക് അത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് ഞാൻ ആ ദിവസങ്ങളിൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ ഈ സന്ദേശത്തെ കുറിച്ച് അത് പറയാനായിട്ട് നമ്മൾ അവസരങ്ങൾ എനിക്ക് ഈ അവസരം എല്ലാ അവസരവും പറയുന്ന പോലെ തന്നെ ഇത് ഞാൻ പറയാറുണ്ട്. അപ്പോ യഥാർത്ഥത്തില് ഇത് ഞാൻ അതിന്റെ കുറച്ചുകൂടെ പഠിച്ചപ്പോൾ ഇതിനകത്തുള്ള ആ ക്രിസ്തുമസ് ട്രീയും യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയുടെ നല്ലൊരു ഭാഗമാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിലും നമുക്ക് യാതൊരു വ്യത്യാസവും സപ്പോർട്ട് ചെയ്തില്ലോ. പക്ഷേ നമ്മള് ക്രിസ്മസ് ഉണ്ടാക്കാൻ ആഘോഷിക്കാൻ സ്റ്റാർ ദുഃഖനൊന്നും നമ്മൾ ആരും എൻകറേജ് ചെയ്തില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ അറിയപ്പെട്ട ബന്ധക്കോസുകാരെ നമ്മൾ പറഞ്ഞെങ്കിലും അറിയപ്പെട്ട ബന്ധക്കോസിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് ക്രിസ്മസ് സന്ദേശം ക്രിസ്മസ് വിഷ് ചെയ്തതായിട്ട് എൻ്റെ കയ്യിലുണ്ട് അതിന്റെ രേഖ. അപ്പൊ നമ്മള് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇനിയിപ്പം മറ്റൊരു അഭിപ്രായം എനിക്കില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അത് ലീഡ് ചെയ്ത് അബ്രാംകുട്ടി പാസ്റ്റർ തന്നെ കൺക്ലൂഡ് ചെയ്യട്ടെ. എനിക്ക് അതിന് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഡിസംബർ 25-ാം തീയതി യേശു ക്രിസ്തു ജനിച്ച ദിവസമല്ല, എന്നാൽ യേശു ക്രിസ്തു ഒരു ദിവസം ജനിച്ചു എന്നുള്ളതിന് പ്രൂഫാണ് സ്വർഗീയ ദൂതന്മാര് ആ സന്ദേശം ലോകത്തിലേക്ക് അയച്ചത് ആട്ടിടയന്മാർക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്മസിൽ ഒരു വിഷു മെസ്സേജ് അയക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. എന്തുണ്ടെന്നാൽ നമ്മൾ അതിനെ ആഘോഷിക്കോ, നമ്മൾ സ്റ്റാർ തൂക്കോ, ട്രീ ഉണ്ടാക്കോ, ഒരു വിധത്തിലായിട്ടുള്ള ആഘോഷങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ക്രിസ്തു ജനിച്ചു ലോകത്തിൽ രക്ഷിതാവായി. ആ രക്ഷിതാവിനെ കുറിച്ച് ലോകത്തെങ്ങും പറയാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ക്രിസ്മസ് 25. എന്തുകൊണ്ടെന്നാൽ ആ ഡേറ്റ് ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ലോകം അംഗീകരിക്കില്ല. അപ്പോൾ ക്രിസ്മസ് എന്നുള്ള ഡേറ്റ് 25 ആകുമ്പോൾ അന്ന് നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനും ആ രക്ഷിതാവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലോകത്തോട് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, വളരെ കറക്റ്റാണ്. നമ്മളെ സംബന്ധിച്ചോളം വല്ല വിധേനയും ഒരുത്തന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ നടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു റീസൺ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ്. യാത്ര കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവനോട് സുവിശേഷം പറയാനുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചിന്തിച്ച് ഇടും. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയോ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഭരണക്രമമോ
അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരികളെ കുറിച്ച് അതിനെന്താ അഭിപ്രായം പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും നമുക്കറിയാം സമയമായി നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പറയാൻ കിട്ടുന്ന ഒരു എക്സ്ട്രാ ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ദിവസം ആരെങ്കിലും ഒരാള് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക. ഞാൻ പറയാറില്ല, എന്നാൽ അങ്ങനെ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജിൽ അങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ സൂപ്പർ സെയിൻസ് ആകാൻ അതിവിശുദ്ധന്മാരാകാൻ പോകുന്ന ആളുകളായിരിക്കും. ജീവിതത്തിൽ യാതൊരു വിശുദ്ധി കാണത്തില്ല. ഇത്തരം കാര്യങ്ങളുടെ നിലപാടുകളായിരിക്കും അവരെ അതിവിശുദ്ധന്മാരെന്നവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു മീറ്റിങ്ങിനെ ആമുഖമായിട്ട് ആ ദിവസം ഹാപ്പൻ ടു ബി നമ്മുടെ മെസ്സേജ് വന്ന ആ ദിവസം ഒരു ലോകം ക്രിസ്മസ് ആയിട്ട് കാണുന്ന ഒരു ദിവസമാണ്. അന്നൊരു കേൾവിക്കാർക്ക് ഒരു ക്രിസ്മസ് ആശംസ നേർന്നത് തെറ്റായി പോയി എന്ന് ഞാൻ പറയില്ല. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്നും പറയില്ല. അതാണ് എന്റെ നിലപാട്. ഓക്കെ, ഒരു സെക്കൻഡ് ഒരു ബിബ്ലിക്കൽ ഒരു കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വിഷയമുണ്ട്. മലയാളത്തിൽ എനിക്ക് അത് ഒന്ന് വായിച്ചാൽ കൊള്ളാമായിരുന്നു. എന്റെ ഇങ്ങനെ ഒന്ന് കേട്ട് പരിചയമുള്ള ഒരു വാക്യമാണ്. ഞാൻ യവനനെ നേടേണ്ടതിന് അവനെ പോലെ ആയി. അങ്ങനെ ഒരു ചെറിയ വാക്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഓരോരുത്തരും നേടാൻ വേണ്ടി അവരുടെ പക്ഷം പിടിച്ച് സംസാരിച്ചിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വിഷയം പൗലോസ് പറയുന്നുണ്ട്. എന്നുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണല്ലോ ഞാൻ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 17 കോണ്ടെക്സ്റ്റും അങ്ങനെ തന്നെയാ. അവരറിയാത്ത അജ്ഞാത ദേവൻ യേശുക്രിസ്തു ആണെന്നാണല്ലോ പൗലോസ് സംസാരിച്ചത്. അതെ, പക്ഷെ ഞാനീ പറഞ്ഞ കാര്യം ഞാൻ യവനനെ നേടേണ്ടതിന് വേണ്ടി യവനെ പോലെ ആയി എന്ന് പറഞ്ഞു. ഏത് സ്ക്രിപ്ചറാന്ന് ഓർമ്മയുണ്ടോ? കൊറിന്തിലേക്ക് എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. കൃത്യമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഓർമ്മ എനിക്ക് വന്നപ്പോ അതുകൂടെ ഓർക്കറിയാം. എന്ന് പറഞ്ഞാല് പൗലോസ് സംസാരിക്കുമ്പോൾ ഒരുവനെ നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്നുള്ള, ഗോസ്പൽ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് പൗലോസിന്റെ വേദന പ്രസവ വേദനപ്പെടുക. ഏതാ ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നതോട് ഞാൻ പ്രസവ വേദനപ്പെടുന്നു. അത്രമാത്രം പെയിൻ ആയിരുന്നു അപ്പോസ്തലനായ പൗലോസ് എടുത്തത്. അത്ര പെയിനൊന്നും നമ്മൾ എടുക്കുന്നില്ല. ആക്ച്വലി നമ്മൾ പ്ലെയിനായിട്ട് സുവിശേഷം പറയുന്നു, കേൾക്കുന്നവർ കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയല്ല. അദ്ദേഹം പ്രസവവേദനപ്പെടുക. ആരെങ്കിലും ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നിടത്തോളം ഞാൻ പ്രസവവേദനപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജോസ് വാഷ് പറഞ്ഞ പോലെ അത് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു വിഷയമാണ്. ചില ഓർത്തഡോക്സ് പെന്റക്കോസ്റ്റുകാരുടെ ചിന്താഗതിയാണ് ഈ ക്രിസ്മസ് ആഘോഷം വേണ്ട. തീർച്ചയായിട്ടും നമ്മളത് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നവർ ഈ ക്രിസ്മസിന്റെ കെയർ ഓഫിൽ റേഷൻ കടയിൽ നിന്ന് 1 കിലോ പഞ്ചസാര എക്സ്ട്രാ കിട്ടുമോ മേടിക്കുവോ? ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കിട്ടുമ്പോൾ അത് മേടിക്കുവോ? അത് ക്രിസ്മസിന്റെ പേരിലല്ല അവർ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓർത്തഡോക്സ് പെന്തക്കോസ്റ്റുകാരും ഒരു മെറി ക്രിസ്മസ് പറയുന്ന തെറ്റാണെങ്കിൽ അത് അവർ ചെയ്യാൻ പാടില്ല. അതുകൂടെ ഉണ്ട്. അതാണ് എന്റെ ഒരു അഭിപ്രായം അതേപ്പറ്റി. തീർച്ചയായിട്ടും ക്രിസ്മസ് ആയിട്ട് ഓഫർ ഒന്നും ഇല്ലെന്ന് അങ്ങോട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. പതിവായിട്ട് ചെല്ലുന്ന കടയിലെ ക്രിസ്മസിന്റെ ഓഫർ ഇല്ലേ എന്ന് ചോദിക്കുമായിരിക്കും. അതെ. ഓക്കെ, നമുക്കിപ്പോ അവസാനിപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും.